ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ. ഓക്കെ. Okay. I know I messed up our relationship. റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പില് പുള്ളിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. അപ്പോ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയിനോ പുള്ളിയാണ് കുളം കലക്കിയത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. മനസ്സിലായില്ലേ? പുള്ളിയാണ് കുളം കലക്കിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതായത് പുള്ളിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പൊ അത് പുള്ളിക്കത് മനസ്സിലാവുന്നുണ്ട്. ഐ ഫീൽ യു ഡോണ്ട് നീഡ് മീ എനിമോർ. താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ. അതായത് ഇപ്പൊ നിങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ട് അറിയാം, നിങ്ങളുടെ സ്വഭാവം അറിയാം, നിങ്ങളുടെ പ്രവർത്തികൾ അറിയാം, നിങ്ങൾ എന്ത് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കും, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മുമ്പത്തേക്കാളും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ റിക്കവേർഡായിട്ട് വരുന്നുണ്ടാകാം സ്വന്തമായിട്ടൊക്കെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പോടുകൂടിയോ സംതിങ്, അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താനോ, പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് വയ്യ, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അപ്പം നിങ്ങളുടെ ആള് വിചാരിക്കുന്നത്, നിങ്ങളുടെ ഈ പാക്കർജി എന്ന കോക്കർജി വിചാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷടാ അപ്പൊ എന്നെ പറ്റി ഓർത്ത് കരഞ്ഞോണ്ടൊന്നും ഇരിക്കണല്ലേ? ഞാനില്ലെങ്കിൽ ഇവർക്കൊരു കുഴപ്പവും ഇല്ലേ? ഞാനില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ല നേരത്തെ ഉണ്ടായിരുന്നത്, ഇങ്ങനെയൊന്നും അല്ലല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാനാണ് വലുത്, ഞാനാണ് എല്ലാ കാര്യങ്ങളും, ഞാനാണ് എല്ലാം എന്ന് ഇവരൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെയൊക്കെ ജീവിക്കണുണ്ടല്ലോ. എന്റെ പുറകെ കാല് പിടിക്കാനൊന്നും വരുന്നില്ലേ? അല്ലെങ്കിൽ എന്റെ പുറകെ എന്താണ് ഇങ്ങനെയൊന്നും ചെയ്യാത്തത്? ഞാനില്ലെങ്കിലും നിങ്ങളുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തുകൊണ്ടാണത്? അപ്പൊ ഇനി ഞാൻ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് എന്നെ വേണ്ടേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് നിങ്ങളുടെ മച്ചമ്പി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് നിങ്ങൾ വിഷമത്തോടു കൂടി ഈ വ്യക്തിയുടെ സ്വഭാവം അംഗീകരിച്ചിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോ നിങ്ങളുടെ കൈവിട്ട പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിൽ. പക്ഷെ എന്നാലും നിങ്ങൾ ഈ വ്യക്തിക്ക് മുൻതൂക്കം കൊടുത്ത് ഈ വ്യക്തിയുടെ സ്റ്റാൻഡിന് വേണ്ടി നിങ്ങൾ അയാളുടെ ഒരു ഫേവറിന് വേണ്ടി നിന്നിട്ടുണ്ടാകാം. അതാണ് താങ്ക് യു, ലെറ്റ്സ് ഹീൽ ടുഗദർ. അതായത് നിങ്ങളുടെ ആൾക്കും മനസ്സിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം മനസ്സ് നല്ല രീതിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീൽ ആകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് ഹീൽ ആകാം. ലിവിങ് യു ഹേർട്സ് മീ ടു, ബട്ട് ഇറ്റ് വാസ് ദ നീഡഡ്. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അതായത് നിങ്ങളെ വേർപിരിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റഡ് ആയി, മെന്റലി സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ ഫിസിക്കലി സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയി.
പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് ലീവ് ചെയ്ത സമയം ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവാം, ഈ പുള്ളിക്കാരനും ഈ പുള്ളിക്കാരത്തിക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ഇറ്റ് വാസ് ദ നീഡഡ്, അത് ആവശ്യമായിരുന്നു ആ സമയത്തെന്നാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം ഞാൻ എന്താണ് ആക്ച്വലി ചെയ്തത്, ഈ ബന്ധത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി, എന്തൊക്കെ പരിപാടികൾ ചെയ്തു എന്നൊക്കെ അറിയാമെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. എനിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആ ഒരു കോർണറിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും വേണം, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഒരു പ്രസൻസ് വേണം. ഞാൻ ഓടിത്തിരിഞ്ഞ് കറങ്ങി ലോകം മുഴുവനും ചുറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ താലപ്പൊലിയൊക്കെ ഇട്ട് എന്നെ സ്വീകരിക്കാൻ നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഐ കാൺട്ട് ഇമാജിൻ. കാരണം ചില ആളുകൾ നമ്മളെ വേദനിപ്പിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, നമ്മളത് അംഗീകരിച്ച് നമ്മൾ വേറെ നമ്മളുടേതായിട്ടുള്ള പരിപാടിയിൽ പോകും. ചില ആളുകൾ അവിടെ തന്നെ നിന്ന് വെയിറ്റ് ചെയ്യും. ഈ വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ എന്ത് ചെയ്യും, എന്തൊക്കെ പരിപാടിയുണ്ട്, നിങ്ങൾ ഓടിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് വന്നാലും നിങ്ങൾ ഇവരോട് പിന്നെയും മിണ്ടാൻ ചെല്ലും. അല്ലെങ്കിൽ നിങ്ങൾ എത്ര വൈരാഗ്യം സൂക്ഷിച്ചാലും, എത്ര മനപ്രയാസം സൂക്ഷിച്ചാലും, എത്ര ദേഷ്യം സൂക്ഷിച്ചാലും, ഇവര് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇവരോട് വീണ്ടും സംസാരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ഈ മച്ചമ്പിക്ക് ആവശ്യമുണ്ട്. അതാണ് മച്ചമ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലീവ് മീ. ഓക്കെ, അതായത് നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ലീവ് ചെയ്തു. നിങ്ങൾ എന്നിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നൈസായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ആഹാ, കൊള്ളാല കുര്യാക്കോസേ. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് എന്റെ ലവ് അൺകണ്ടീഷണൽ ആണ്, എന്റെ ലവ് അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. എന്നെ നിങ്ങൾ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലും നല്ല തങ്കപ്പൻ സ്വഭാവമായിട്ട്, അല്ലെങ്കിൽ തങ്കം 916 ഹോൾമാർക്കഡ് ഗോൾഡ് ആയിട്ട്, തങ്കമ്മയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പണ്ടത്തെ സ്വഭാവം ഒന്നും എടുക്കൂല എന്നൊക്കെ മച്ചമ്പി സത്യമിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. അതായത് നിങ്ങൾ എന്നായിട്ട് സുഹൃത്തല്ലല്ലോ, നമ്മൾ തമ്മിൽ ലവർ റിലേഷൻഷിപ്പ് അല്ലേ. അപ്പൊ നമുക്ക് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കഴിഞ്ഞ കാലത്ത് നമ്മൾ പാസ്റ്റ് കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ലവർ റിലേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കത് ഫ്രണ്ട്ഷിപ്പിൽ ഒതുങ്ങത്തില്ല. അപ്പൊ എനിക്ക് എപ്പോഴും നീ ഒരു ഫ്രണ്ട്, അതുക്കും മേലെ. ഓക്കെ, ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. നിങ്ങളുടെ മനുഷ്യനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്തിക്ക് ഓരോ സ്വഭാവമാണ് ഓരോ സമയത്ത്. ഇവിടെ ഇരിക്കുമ്പോ തോന്നും അവിടെ ഇരിക്കണമെന്ന്, അവിടെ ഇരിക്കുമ്പോ തോന്നും അപ്പുറത്തിരിക്കണമെന്ന്, അപ്പുറത്തിരിക്കുമ്പോ തോന്നും ഇപ്പുറത്തിരിക്കണമെന്ന്. അത് പുള്ളി തന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള ജിൻജിന്നാക്കടീസ് ഒക്കെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ. ഐ ലെഫ്റ്റ് യു ടു മേക്ക് യു റിയലൈസ് മൈ ഇമ്പോർട്ടൻസ്. അതായത് ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല, അല്ലെങ്കിൽ നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനൊന്നും എന്നെ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഞാൻ തന്നില്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങളുടെ കോക്കർജി നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ വളരെ നല്ല രീതിയിൽ പിന്നെയും എന്താ പറയാ, നല്ല രീതിയിൽ സ്നേഹിക്കാം, നല്ല രീതിയിൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് തരാം എന്നൊക്കെ പറയുന്നു. പിന്നെ നിനക്ക് എന്താ പറയാ, എൻ്റെ ഇമ്പോർട്ടൻസ്, എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക്, എൻ്റെ വാല്യൂ നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ ഇല്ലാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്താകുമെന്ന് നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ ആള് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ മാറി നിന്നത്. ഓക്കെ, ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഈ പുള്ളി അപ്പൊ എല്ലാം റോങ് ആണോ ചെയ്തു വെച്ചിരിക്കുന്നത്? ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. അതായത് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഒരു സോറി പറയാൻ, ഒരു അപ്പോളജി തരാൻ തയ്യാറാണ്.
നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അതായത് നമ്മളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം. നമ്മളുടെ സാഹചര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, 2 മെസ്സേജസും കൂടി നോക്കാം. ആഹാ, അങ്ങനെയാണ്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടാവുമോ? ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓടിച്ചു വിടുവോ? നിങ്ങൾ എന്നോട് സംസാരിക്കുമോ? അല്ലെങ്കിൽ എന്നോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കൊഞ്ഞനം കുത്തി വിടുവോ? അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട്, അതായത് ഞാൻ എന്നെ ആരും കളിയാക്കുന്നതും ഓടിച്ചു വിടുന്നതും എനിക്കൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് എവിടെയും താഴാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ വന്നു കഴിഞ്ഞാൽ എന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതാണ് നിങ്ങളുടെ മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രണ്ട് കൈയും നീട്ടി താലപ്പൊലി വാദ്യാഘോഷങ്ങളും കൂടി സ്വീകരിക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡ്രാമ തോന്നി. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ, സെൽഫി പുള്ളേ ഇന്ത്യ ഉമ്മ ഉമ്മ. ഞാൻ പാട്ട് പാടിയതാണ് കേട്ടോ, വേറെ ഒന്നും ഉദ്ദേശിക്കല്ലേ കേട്ടോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് ഇല്ലാതുണ്ടായത്. ഓ, ഓഹോ ഓഹോ. അപ്പൊ ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. വിൽ ദിസ് പെയിൻ എവർ സ്റ്റോപ്പ്? ഈ വേദന ഒരിക്കലും അവസാനിക്കത്തില്ലേ? ഐ ആം ദ മാൻ. എന്റെ അർത്ഥം അറിയാലോ. ഐ ലോങ് ഫോർ യുവർ കിസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഹോണസ്റ്റ് വിത്ത് യു. അപ്പൊ നേരത്തെ നുണച്ചനായിരുന്നല്ലേ, നുണച്ചിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് കുറച്ച് നുണയൊക്കെ കാര്യങ്ങളൊക്കെ തട്ടിവിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ അവിശ്വാസം, എന്താണ് അതിന് പറയണത്, നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ, പഴയ നുണകളൊന്നും ഇനി പറയില്ല എന്ന് സത്യമായിട്ട് പറയുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഐ വിഷ് ഐ കുഡ് ബി എ ഡിഫറെന്റ് പേഴ്സൺ. ഞാൻ വളരെ വ്യത്യസ്തനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഴയ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് ആവർത്തിക്കുന്നു. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. ഐ ആം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദാൻ മൈ ഹാർട്ട്. അതായത് എനിക്ക് എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവിടെ തുടങ്ങണോ ഇവിടെ തുടങ്ങണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഒരു വ്യക്തത കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, എന്താണ് പരിപാടികൾ, ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഡ്രാമ. ഡോണ്ട് ട്രീറ്റ് മീ ദ വേ യു ഡു. ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. അതായത് നിങ്ങള് ഈ വ്യക്തി അർഹിക്കാത്ത പല കാര്യങ്ങളും, ഫിസിക്കലി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, മെന്റലി ഈ വ്യക്തി അർഹിക്കാത്ത രീതിയിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകാം, അതുപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം. എല്ലാത്തിനേക്കാളും കൂടുതൽ ഈ മച്ചമ്പിനെ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അതേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഈ മച്ചമ്പിനെ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും അർഹയല്ല എന്നാണ് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഐ വാണ്ട് ഔട്ട്. അപ്പൊ എവിടെയെങ്കിലും അകപ്പെട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് ഞെരുങ്ങി അകപ്പെട്ട് ഒരു പിടിമുറുക്കത്തിലാണ്. ഐ ആം ബ്ലോക്ക്ഡ്. കൊള്ളാം. അപ്പൊ ഞാൻ അവിടുത്തെ പിടിമുറുക്കത്തിലാണ്. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എനിക്ക് പുറത്തു വരണം. ഐ കാൺട്ട് പ്രോമിസ് യു എനിത്തിങ്.
നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി, നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നെ കംപ്ലൈന്റ് പറയുമ്പോഴും പല പരിപാടികൾ ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഈ മനോഹരമായ തങ്കപ്പണ്ണൻ അല്ലെങ്കിൽ തങ്കമ്മ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദീസ് ഫീലിങ്സ് ആർ ഈറ്റിംഗ് മീ അലൈവ്. ഈ എനിക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഇപ്പോൾ വരുന്ന ഫീലിങ്സ് എല്ലാം ജീവനോടുകൂടി എന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. പെയിൻഫുൾ മെമ്മറീസ്, അറിയാലോ എനിക്ക് ഇതൊക്കെ ഒരു പെയിൻഫുൾ അത് ഹാ അപ്പൊ അങ്ങനെയാണ് അത്. ഓക്കെ. അതെങ്ങനെ വിശ്വസിക്കാം? പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. പുള്ളി ഒരു നുണച്ചനാണ്, അല്ലെങ്കിൽ പുള്ളി ഒരു നുണച്ചിപ്പാറുമാണ്. അപ്പൊ എങ്ങനെ വിശ്വസിക്കും? വൈ ഡു ഐ ഡിസേർവ് സംവൺ ലൈക്ക് യു? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിന് അർഹനായത് അല്ലെങ്കിൽ അർഹയായത്? യു വേർ റൈറ്റ്. അതായത് പുള്ളി എനിക്ക് തോന്നുന്നു കറങ്ങിത്തിരിഞ്ഞ് എന്തെങ്കിലും ജിന്നാക്കടിത്തരം ഒക്കെ കാണിച്ചിട്ടുണ്ടാകും. വേറെ വല്ല പരിപാടികളിലോട്ടൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ മച്ചമ്പി നടന്ന് തപ്പി പിടിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കർമ്മ നേരിടുന്നുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മച്ചമ്പിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നല്. ഡ്രാമ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാമ എന്ന് വന്നതുകൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണാനാണോ, വീണ്ടും കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് നിങ്ങളും കൂടി ഒന്ന് ഒബ്സർവേഷൻ ചെയ്യുക. ഓക്കെ. നമ്മൾക്ക് നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ അതൊക്കെ ഉണ്ട്, കളഞ്ഞിട്ടൊന്നുമില്ല. ഉണ്ട്. മദർ, ഫാദർ, ഗോഡ്. അച്ഛൻ, അമ്മ, ദൈവം. അല്ല, അമ്മ, അച്ഛൻ, ദൈവം. നിങ്ങൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ വിളിക്കുന്നുണ്ടാകാം. അപ്പൊ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അച്ഛൻ, ദൈവം, അതിന്റെ അർത്ഥം അറിയാലോ അല്ലെ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് തീർക്കുക, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാതിരിക്കുക, അവർക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കാതിരിക്കുക. നമ്മളെ പുറത്തുനിന്നുള്ള പല ആളുകളും വന്ന് നമ്മളോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ അടുത്ത് ബുദ്ധിമുട്ടുണ്ടാക്കി, വിഷമമുണ്ടാക്കി, നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റിമറിച്ച് പോകും. അപ്പൊ നമ്മൾ വീട്ടുകാരോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ വല്ല കാര്യങ്ങളും ഉണ്ടോ? ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്തില്ല. ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അമ്മയും അച്ഛനൊക്കെ അല്ലേ, പോട്ടേന്നെ. ബ്ലെസ്സിങ് ആൻഡ് അബണ്ടൻസ്, അതായത് നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരാനുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു പവർ ആൻഡ് ഇന്റൻഷൻ, ആ ഒരു പവറിലോട്ട് വരിക. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും വെയിറ്റിംഗ് ആണ്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല. നിങ്ങൾ നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, വരാനുള്ളതിനെ പറ്റിയല്ല, നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. റൊമാൻസ് ആൻഡ് കണക്ഷൻ, പ്രേമിക്കാൻ റെഡിയാണ്. ഞങ്ങൾ പ്രേമിക്കാൻ റെഡിയൊന്നുമല്ല, എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നതാണ്. അതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. പ്രേമിക്കാൻ റെഡിയാവുന്ന ഒരു സ്നേഹം നല്ലൊരു കാര്യമാണ്. അത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊന്നും പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് നല്ല ഒരു കാര്യം, അത് നല്ല രീതിക്ക് നല്ല അടുത്തുനിന്ന് കിട്ടുവാണെങ്കിൽ ഓക്കെ. അല്ലാതെ വരുമ്പോൾ ഒരു റോങ് പേഴ്സൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ അത് അവനവന്റെ കാര്യങ്ങളാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. റൊമാൻസ് ആൻഡ് കണക്ഷൻ നിങ്ങളിലോട്ട് വരുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്, മൊബൈലിലെ ഡൗൺലോഡ് ഒന്നും അല്ല,
നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മൾ കയ്യിൽ നീട്ടി സ്വീകരിക്കേണ്ടി വരുന്നു. ആ ഒരു പവറിൽ നിൽക്കുവാണ് നിങ്ങൾ. അതായത് നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് നിങ്ങൾ എടുക്കുന്നു. പോസിറ്റീവ് ആണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറിൽ നിൽക്കുവാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നെഗറ്റീവൊക്കെ എന്നെ അവരങ്ങനെ തോണ്ടി, എന്നെ ഇവരിങ്ങനെ പിച്ചി, എന്നെ ഇങ്ങനെ മാന്തി, എന്നെ അങ്ങനെ കാണിച്ചില്ലേ, എന്നെ ഇങ്ങനെ കാണിച്ചില്ലേ, അതൊക്കെ ഒരു ടൈമിൽ കഴിഞ്ഞു പോയില്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ റിക്കവേർഡ് ആയിട്ട് നമ്മൾ പോസിറ്റീവിലോട്ട് വരിക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.